പൊന്നെ ഫ്രോസൺ എന്ന മൂവി കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും. അതിലെ മെയിൻ ക്യാരക്ടറായ എൽസ തൻ്റെ അനിയത്തിയായ അന്നയുടെ ഹൃദയത്തിലേക്ക് അവളുടെ മാജിക് പവർ ഉപയോഗിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രൈക്കിന് ശേഷം അന്നയുടെ ഹൃദയം ഗ്രാജുവലി ഐസാവാൻ തുടങ്ങുകയും ആ മൂവിയുടെ എൻഡിലെത്തുന്ന സമയത്ത് അന്ന തികച്ചൊരു ഐസ് ശില്പമായി മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തൻ്റെ എൽഡർ സിസ്റ്ററായ എൽസയുടെ ഒരു ട്രൂ ആക്ട് ഓഫ് ലവിന്റെ ഫലമായി അന്ന വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായി കാണാം. ഇത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന പോലെ ഒരു ഫിക്ഷണൽ സ്റ്റോറി മാത്രമാണ്. എക്സാക്ട് ഇതേപോലെ അല്ലെങ്കിലും നമ്മളുടെ ഈ ലോകത്ത് ഇതേപോലുള്ള ഒരു റിയൽ സ്റ്റോറി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലേ? എന്നാൽ ശരീരം മുഴുവൻ ഐസായി മാറി പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ജീൻ ഹിലിയാർഡ് എന്ന ഒരു 19 വയസ്സുകാരിയുടെ കഥ കേട്ടാലോ? ഞാൻ പറയാം, നീ കേൾക്ക്. കഥ നടക്കുന്നത് ഡിസംബർ 20, 1980-ലാണ്. USA ലെങ്ബി എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിൽ താമസിച്ചു വന്നിരുന്ന ഒരു 19കാരിയായ പെൺകുട്ടിയായിരുന്നു ജീൻ ഹിലിയാർഡ്. ജീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ ഉത്തരവാദിത്വബോധമുള്ള, അതിലുപരി എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാത്രിയിൽ തൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന ജീനിന്റെ കാറ് ഐസ് പാളിയിൽ തെന്നി ഒരു ഐസ് കൂമ്പാരത്തിലേക്ക് ഇടിച്ചു കയറുന്നത്. അന്നത്തെ ആ ഏരിയയിലെ ടെമ്പറേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ -30°C ആയിരുന്നു. ആ ഒരു കൊടുന്തണുപ്പിൽ നിന്ന് പോയ ജീനിന്റെ കാറ് പിന്നീട് എത്ര ശ്രമിച്ചിട്ടും തിരികെ ഓണാവുന്നുണ്ടായില്ല. അങ്ങനെ ഈ ഒരു കൊടും തണുപ്പിൽ തനിക്ക് അധിക നേരം പുറത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ജീൻ 2 മൈൽ അപ്പുറമുള്ള തന്റെ കൂട്ടുകാരന്റെ വീട് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. -30°C, കൊടും തണുപ്പ്. വെറും ഒരു വിന്റർ ജാക്കറ്റും ഒരു കൗബോയ് ബൂട്ട്സുമാണ് ആ ഒരു പെൺകുട്ടി ധരിച്ചിരുന്നത്. നടന്ന് കുറച്ചു ദൂരമായപ്പോഴേക്കും മെല്ലെ മെല്ലെ അവളുടെ ചലനശേഷി കുറയുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. എന്നിരുന്നാലും അവൾ നടത്തം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു കൊടും തണുപ്പിൽ നേരിയൊരു ചൂടെന്ന പോലെ അവൾ ഒരു കാഴ്ച കണ്ടു. അവൾക്ക് അങ്ങ് ദൂരത്ത് അവളുടെ കൂട്ടുകാരന്റെ വീട് കാണാം. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് മനസ്സിൽ കരുതി ജീൻ അവളുടെ കൂട്ടുകാരന്റെ വീടിന്റെ അടുത്തേക്ക് നടന്നെടുത്തു. എന്നാൽ വിധിയുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു. തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് എത്താൻ 15 അടി മാത്രം ബാക്കിയിരിക്കെ ജീൻ അബോധാവസ്ഥയിലായി മയങ്ങി വീഴുന്നു. ആ ഒരു കൊടും തണുപ്പിൽ മനുഷ്യര് പോയിട്ട് ഒരു ജീവി പോലും ചുറ്റിലെങ്ങുമില്ല. അങ്ങനെ നീണ്ട ഒരു 6 മണിക്കൂറോളം ജീൻ അബോധാവസ്ഥയിൽ ആ മഞ്ഞിൽ തന്നെ കിടന്നു. അങ്ങനെ നീണ്ട 6 മണിക്കൂറുകൾക്ക് ശേഷം അവളുടെ കൂട്ടുകാരനായ വാലി നെൽസൺ അവളെ കാണുമ്പോൾ അവള് തീർത്തും ഒരു ഐസ് ശില്പമായി മാറിയിരുന്നു. അവളുടെ തൊലി കട്ടിയുള്ളതും വിളറിയതും കണ്ണുകൾ തുറന്നിട്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അവളെ ആ മഞ്ഞിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നെൽസൺ പറഞ്ഞത് അവളുടെ ഒരു ജോയിൻസും ബെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. അവയെല്ലാം പൂർണ്ണമായും ഐസായി തീർന്നിരുന്നു. അതോടുകൂടി വാലി ഒരു കാര്യം മനസ്സിലാക്കി, തന്റെ പ്രിയ കൂട്ടുകാരി മരണപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായി ഇങ്ങനെ ഐസായ ഒരാള് മരിക്കാതെ ഇരിക്കില്ലല്ലോ. അങ്ങനെ തന്റെ കൂട്ടുകാരി എടുത്ത് കാറിൽ കയറ്റി കാർ എടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു കാര്യം വാലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പൂർണ്ണമായും ഐസായി മാറിയ ജീനിന്റെ ബോഡിയിൽ മൂക്കിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ കുമ്മളകൾ ഫോമായി വരുന്നതായി വാലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ട വാലിക്ക് മനസ്സിലായി തന്റെ കൂട്ടുകാരിയുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ ജീവൻ തുടിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും തന്നെ നേരം കളയാതെ വാലി ജീനിനെ കൊണ്ട് തൊട്ടടുത്തുള്ള ഫോസ്റ്റൺ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴത്തെ ജീനിന്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെറും 27°C ആയിരുന്നു. എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു സയൻസ് ജീൻ എന്ന പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അവരവളെ വാമായിട്ടുള്ള ബ്ലാങ്കറ്റ്സിൽ പൊതിയുകയും നേരിയ ചൂടുള്ള ഓക്സിജൻ അവളുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടുകയും ചെയ്തു. ഇതുവഴി ജീനിന്റെ ബോഡി ടെമ്പറേച്ചർ ഗ്രാജുവലി കൂടി വരാൻ തുടങ്ങി. അങ്ങനെ നീണ്ട ഒരു 3 മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ആ ഒരു അത്ഭുതം ഫോസ്റ്റൺ ഹോസ്പിറ്റലിൽ സംഭവിച്ചു. ജീനിന്റെ ശരീരം അതിന്റെ ബോഡി ടെമ്പറേച്ചർ പൂർണ്ണമായി വീണ്ടെടുക്കുകയും ചെറിയ ചെറിയ അനക്കങ്ങൾ കാണിക്കുകയും പിന്നീട് അവളുടെ പൾസ് മൊത്തത്തിൽ നോർമലാവുകയും ചെയ്തു. എന്നിരുന്നാലും ജീനിന്റെ ഈ ഒരു കേസിൽ ബ്രെയിൻ ഡാമേജോ അതുമല്ലെങ്കിൽ ഫ്രോസ് ബൈറ്റോ അതുമല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചു മാറ്റേണ്ടതായി വരുമെന്ന് ഡോക്ടേഴ്സ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഡോക്ടേഴ്സിന്റെ എല്ലാം പ്രവചനം തെറ്റിച്ചുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ജീൻ തന്റെ സ്വബോധം വീണ്ടെടുക്കുകയും തന്റെ മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞ് അവരോട് സംസാരിക്കുവാനും തുടങ്ങി. മാനസികമായോ ശാരീരികമായോ ഒരു ഡാമേജും തന്നെ ഇല്ലാതെ ജീൻ എന്ന പെൺകുട്ടി പൂർണ്ണമായി റിക്കവറായി. ഇന്നുവരെ ഈ ഒരു കേസിൽ പൂർണ്ണമായ ഒരു എക്സ്പ്ലനേഷൻ ഡോക്ടേഴ്സിന് തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർ പറയുന്നത് മേ ബി ഇതിന്റെ കാരണം അവളുടെ ശരീരകോശങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിന് മുന്നായി
അതിവേഗത്തിൽ അവളുടെ ശരീരം തണുത്തുറഞ്ഞു പോയതുകൊണ്ടാവാം. ശരിക്കും പറഞ്ഞ ഒരു നാച്ചുറൽ ക്രിയോജനിക് പ്രിസ്ക്രിപ്ഷൻ പോലെ. പിന്നീട് ആ ഒരു സമയത്ത് തനിക്ക് എന്താണ് ഫീൽ ആയതെന്ന് ജീനിനോട് ചോദിക്കുമ്പോൾ ജീൻ പറയുന്നുണ്ട്, എനിക്ക് വേദനയൊന്നും ഫീൽ ആയില്ല, ചെറുതായി ഉറക്കം വരുന്നത് പോലെ തോന്നി. പിന്നീട് അവിടെ നിന്ന് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. പിന്നീട് ഒരുപാട് ഡോക്ടേഴ്സ് ജീനിന്റെ ഈ അത്ഭുതകരമായ സർവൈവൽ സ്റ്റോറി സ്റ്റഡി ചെയ്തെങ്കിലും അവർക്കായിരിക്കും ഇതിന് ഒരു വ്യക്തമായ റീസൺ കണ്ടുപിടിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അങ്ങനെ 2025 ജീൻ ഹിലിയാർഡ് എന്ന 19 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ സർവൈവൽ സ്റ്റോറി ഒരു ചുരുളഴിയാത്ത രഹസ്യമായി ഇന്നും തുടരുന്നു. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് മിസ്റ്റീരിയസ് സ്റ്റോറിയുമായി ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്തിടുക. ആൻഡ് എനിക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വരുന്നവരേക്കും ബിസ്താൻ ചൂസ്.